ഈ ഹിന്ദുക്കളും സനാതന ധർമ്മവും സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും അത്ര അങ്ങോട്ട് പിടുത്തമുള്ള കാര്യമല്ല. നേരത്തെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞായിരുന്നു സനാതന ധർമ്മം പാടെ തുടച്ചു നീക്കും എന്നുള്ളത്. ഇവൻ ആരാ ഈ സനാതന ധർമ്മത്തെ തുടച്ചു നീക്കാൻ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോ കാർത്തികയ്ക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ല. അതാണ് പുതിയ തമിഴ്നാട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ സനാതന ധർമ്മത്തെ മുഴുവൻ തുടച്ചു നീക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എന്താണ് സാർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്? திருட்டு பசங்களை என்ன பண்றீங்க தெரியாது சார். அந்த தமிழ்நாட்டில் இப்போ திருவிழை தானே, அப்படி உதயநிதி ஸ்டாலின் திருவிழை தானே. അത് സനാതന ധർമ്മത്തെ മുച്ചൂടും ഇല്ലായ്മ ചെയ്യണം. അതൊക്കെ താൻ ഒന്നുമില്ലേ. ഞാൻ മലയാളത്തിൽ പറയാം, ഇത്രയും തമിഴ് അറിയാം. അതായത് അവിടെ അതെ തിരുപ്പുരക്കുണ്ട്രം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മുരുകൻ്റെ ഏറ്റവും വലിയ ആസ്ഥാനമാണ് അവിടെ. പളനിയുണ്ട്, പക്ഷേ പളനിയേക്കാളും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര സംഗമഭൂമിയാണ് അവിടെ. നോക്കൂ, തമിഴ്നാട്ടിൽ നിന്നാണ് വലിയ വരുമാനമുള്ള 750 കോടി പൊതുജനങ്ങളുടെ അടിച്ച കരുണാനിധി കുടുംബം ഒക്കെ ഉണ്ട് അവിടെ. കരുണാനിധിയുടെ മകനായ സ്റ്റാലിനുമുണ്ട് 3 ഭാര്യമാർ. അച്ഛൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊരു ഭാര്യയായ സനാതനധർമ്മിയുണ്ട്. ആ സനാതനധർമ്മി ഗുരുവായൂരിൽ കൊണ്ട് സമർപ്പിച്ചത് 86 കിലോ സ്വർണമാണ്. 86 കിലോ സ്വർണം. കഷ്ടം, പാവങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ ഭാര്യയുടെ കാര്യമാണ്. സ്റ്റാലിൻ പറയട്ടെ ഇത് തെറ്റാണെങ്കിൽ അതുക്കു മേലെ 2 ഭാര്യമാർ കൂടി ഇരിക്കെ. അതിലൊന്നു അതെ, അതിൽ കൂടുതൽ തമിഴ് ചോദിച്ചാൽ എനിക്കറിയത്തില്ലേ. അതിൽ സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹത്തിൻ്റെ അവതാരം ലക്ഷ്യം അതാണ്. അതിൻ്റെ അമ്മ കൂടി ഉണ്ട്. ആ അമ്മ എനിക്ക് തോന്നുന്നത് CSI ക്രിസ്ത്യൻ ആണ്, കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്, ആ സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തിരുപ്പുരക്കുണ്ട്രം എന്ന് പറയുന്ന മലയുടെ മുകളിലുള്ള ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാർ പരിവർത്തിത ക്രൈസ്തവരാണ്, CSI സഭ. അപ്പോൾ അവർക്ക് ഈ ദീപങ്ങൾ അവിടെ തെളിയിക്കുന്ന അല്ല, CSI നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഉള്ള ധാരാളമുള്ള കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസാണ്, വളരെ സംഘടിതരാണ്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വിളക്കൊന്നും അവിടെ കത്തിക്കാൻ പാടില്ലാത്തതാണ്, സമ്മതിക്കില്ല. കാരണം നമ്മുടെ ആളല്ലേ അവിടെ ഇരിക്കുന്നത് കാരണം ഈ സനാതനധർമ്മത്തെയും ഹിന്ദുത്വത്തെയും ഹൈന്ദവ ഭക്തിയെയും ഇല്ലായ്മ ചെയ്യുന്നതെല്ലാം ചെയ്യും എന്ന് ദൃഢവ്രതമെടുത്തിരിക്കുന്ന ആളാണ്. നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭിക്ഷക്കാരിവിടെ വരുന്നത് കേരളത്തിൽ, അല്ലേ? അവരാണ് ഈ മാല പറിച്ചുകൊണ്ട് പോകുന്നത്. തിരുട്ട് ഗ്രാമം തന്നെ അവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ മേടിക്കുന്ന തിരുട്ടന്മാർ അവിടെയാണ്. എല്ലാം അറിയാമല്ലോ. അവരൊക്കെയാണ് അതും അവർ പരസ്യമായിട്ട് ചെയ്യുന്നു, മന്ത്രിസഭയിൽ അത് രഹസ്യമായിട്ട് ചെയ്യുന്നു. സ്റ്റാലിൻ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നു, ആരും അറിയില്ല, ഇന്ന് വരെ ആരും പിടിച്ചിട്ടുമില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവർ രാത്രി കിടക്കാൻ നേരത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. രാത്രി ആകുമ്പോൾ ബസ് സ്റ്റാൻഡും ഒക്കെ അങ്ങ് പിടിക്കും. 7:30 ആകുമ്പോഴേ ബസ് സ്റ്റാൻഡിലെല്ലാം കൊണ്ടുവന്നിരിക്കും വിരി അവിടെ വിരിയെല്ലാം ഒരുക്കി വയ്ക്കും. ആ സമയത്ത് കിടക്കാൻ നേരം അവരൊരു ചൊല്ലും. എന്താ അത്? കിടക്കുന്നതിന് മുമ്പ് ഒരു ഗുഡ് നൈറ്റ് പറയും. ആ ഗുഡ് നൈറ്റ് എന്താണ്? മുറുഹ എന്ന് പറഞ്ഞേ കിടക്കൂ. രാവിലെ എണീക്കുമ്പോഴും മുറുഹ എന്നേ പറയൂ. തമിഴ്നാട്ടിൽ എവിടെ പോയാലും സുന്ദരാമ്പാളിൻ്റെ പാട്ട് കേൾക്കൂ രാവിലെ എണീക്കുമ്പോൾ. ജ്ഞാനപ്പളം എന്ന് പറയും. ജ്ഞാനപ്പളം എന്ന് പറയുന്നത് ഈ സുബ്രഹ്മണ്യനെ കുറിച്ചാണ്. അത്രമാത്രം മുറുഹ എന്ന് പറയും. മുരുകൻ്റെ മുമ്പിൽ പോയിട്ട് മുടി വെട്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന തമിഴന്മാരുടെ എണ്ണം കുറവാണ്. അവരെല്ലാമാണ് ഈ സ്റ്റാലിനും മകനും ഒക്കെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരുണാനിധിക്ക് വധേ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ വഞ്ചിക്കുന്നത്. അവരെല്ലാം പുലർത്തുന്നത് സനാതനധർമ്മമാണ്. ആ സനാതനധർമ്മത്തിൻ്റെ കോവിലാണ് തിരുപ്പുരക്കുണ്ട്രത്തിലെ കോവിൽ. എല്ലാ വർഷവും അവിടുത്തെ ദീപത്തൂൺ എന്നാണ് അവർ പറയുന്നത്. ദീപത്തൂണിൽ കാർത്തിക വിളക്കുകൾ തെളിഞ്ഞിരുന്നു. ആ കാർത്തിക വിളക്കുകൾ തെളിച്ചിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പറ്റില്ല. എന്ത് ചെയ്ത്? ഭക്തന്മാരെ രക്ഷയില്ലാതെ സമ്മതിക്കത്തില്ലല്ലോ. സ്റ്റാലിനാണല്ലോ, ഏകാധിപതിയാണല്ലോ. സമ്മതിക്കാതെ വന്നപ്പോൾ കോടതി പോയി. തമിഴ്നാട് ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ടുള്ള സ്വാമി അതൊക്കെ എന്നാ പ്രശ്നം?
എന്താ വിളക്ക് തെളിയിക്കുന്നത് നല്ലതല്ലേ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ, തമസോമ ജ്യോതിർഗമയ എന്നുള്ളതല്ലേ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് എല്ലായിടത്തും. എന്താ കുഴപ്പം? വിളക്ക് എത്തിച്ചോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ ജഡ്ജി അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിയതിനെതിരെ നമ്മുടെ ഈ ഹണി വർഗീസിനെതിരെ നടത്തിയതുപോലെ പ്രക്ഷുബ്ധമായി DMK കാരെല്ലാം പറ്റില്ല എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയുടെ ആളാണല്ലോ, അദ്ദേഹവും ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ അങ്ങ് പോയിരിക്കുകയാണ്. ഈ ജഡ്ജിയെ ഇവിടുന്ന് പറഞ്ഞു വിടാം. വിളക്ക് കത്തിക്കാനോ? ഹിന്ദുക്കളുടെ വിളക്ക് കത്തിക്കാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ തീവ്രവാദികളല്ലേ, വിളക്ക് കത്തിക്കാൻ പോലും അവകാശം അവർക്ക് കൊടുക്കരുത് എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ, പ്രിയങ്ക ഗാന്ധിയുണ്ട്, കോൺഗ്രസ്സുകാർ സകലമാന പേരും കൂടെ അവിടെ ചെന്നിട്ട് ഓം ബിർള എന്ന് പറയുന്ന പാവം സ്പീക്കറെ കണ്ടിട്ട് ഇയാളെ ഇപ്പം തന്നെ ഇമ്പിച്ചു, അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കത്തില്ല, വിരട്ടിയിരിക്കുക പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത്. കണ്ടോ, നോക്കിക്കോണം അവരുടെ ഹിന്ദു ഭക്തി. ഇനി വേറൊരു കാര്യം കൂടെ അറിയണോ? ഈ എന്തുകൊണ്ടാണ് കരുണാനിധി ഇവിടെ വരാതിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്? സ്റ്റാലിൻ, സോറി, കരുണാനിധി എനിക്ക് എപ്പോഴും എല്ലാം ഒന്ന് തന്നെ അല്ലേ. സ്റ്റാലിൻ വരാതിരുന്നതിൻ്റെ കാരണം ഈ ഭക്തന്മാരെല്ലാം കൂടി അവിടെ സംഗമിച്ചു കഴിഞ്ഞ ശരിയായ ഭക്തി കൊണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് അവിടെ ഒരു മുരുക സംഗമം അദ്ദേഹം സംഘടിപ്പിച്ചു. മുറുഹ സംഗമം, മനസ്സിലായോ? ഇത് ഹിന്ദുമതത്തെ പൊളിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ല നന്നാക്കാൻ വേണ്ടിയുള്ളതല്ല. തമിഴ്നാട്ടുകാരത് മനസ്സിലാക്കി ആരും പങ്കെടുത്തില്ല. സർക്കാർ ഓഫീസിൽ നിന്ന് കുറേ ആൾക്കാരെ, ജോലിക്കാരെ, ക്ലാസ് 4 ജീവനക്കാരെ വിളിച്ചാൽ പിണറായി നടത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ്, അതേപോലെ തന്നെ ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയതാണ് ശബരിമലയിലെ ആഗോള സംഗമം നടത്തിക്കൊണ്ട് അതിൻ്റെ മറവിൽ ബാക്കി ശബരിമലയിലെ കൊള്ള മുതൽ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അത്. മനസ്സിലായോ എൻ്റെ ലക്ഷ്യം? അതിനുവേണ്ടി നടത്തിയ പരിപാടിയിൽ പോയിരുന്ന് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തി അതിൻ്റെ പാപമുണ്ടെന്ന് ജ്യോത്സ്യം പറഞ്ഞു. അപ്പോൾ ഈ എന്ത് ചെയ്യണം സ്വാമി? പരിഹാരക്രിയ എന്താ? നീ ഒരു സംഗമം നടത്തുക. ആ സംഗമം നടത്തി കഴിഞ്ഞാൽ ശബരിമലയിൽ ആ സംഗമം നടത്തി കഴിഞ്ഞാൽ പാവം വരുന്നവർക്കെല്ലാമായിട്ട് വീതം വെച്ച് അങ്ങ് പോകും. അപ്പോൾ നിൻ്റെ പാവം കുറഞ്ഞു കിട്ടും. അങ്ങനെ പോയി പാപികളായിട്ടെല്ലാം തിരിച്ചു വന്നു. ആ കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനുണ്ട്, NSSൻ്റെ സംഗീത് കുമാർ എല്ലാം ഉണ്ട്. പാപഭാരങ്ങളും ചുമന്നുകൊണ്ടാണ് സാധാരണ നമ്മൾ ശബരിമലയിൽ പോകുന്ന ഇരുമുടിക്കെട്ടിൻ്റെ പാപഭാരവും ചുമന്നുകൊണ്ടാണ് മേളിലോട്ട് പോകുന്നത്. ഇതിപ്പോൾ ശബരിമല ആഗോള സംഗമത്തിൽ ഇരുമുടിക്കെട്ടില്ലാതെ പോയിട്ട് പാപഭാരവും ചുമന്നുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഒരുപാട് പേരുണ്ട്, നമ്മുടെ പരിചയക്കാരും ഒരുപാട് പേരുണ്ട്. അവരെല്ലാം പോയിട്ട് ഈ പാപവും ചുമന്നുകൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു സംഗമം അവിടെ നടന്നു. പക്ഷേ തമിഴ്നാട്ടിലെ ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ പോകുന്ന മോനൊരു കാഴ്ച കണ്ടു. ഇന്ന് തമിഴ്നാട് കത്തുകയാണ്. കാർത്തിക വിളക്കിൻ്റെ 100 ഇരട്ടി വെളിച്ചത്തിൽ സൂര്യപ്രഭയോടുകൂടി കത്തുകയാണ്. ആ കത്തുന്നത് സ്റ്റാലിൻ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധമാണ്. കത്തിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്. 100 കണക്കിന് പേരെ അറസ്റ്റ് ചെയ്തിട്ടും അപ്രതിഹതമായ ഭക്തി കൊണ്ട് ജനങ്ങൾ അവിടെ പ്രതിരോധം സൃഷ്ടിക്കുക, പോലീസിനെ വകവെക്കാതെ. അവിടെ പലരെയും അറസ്റ്റ് ചെയ്തിട്ടും തീർക്കാനാവാത്ത നൈനാൻ നാഗേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, മർദ്ദിച്ചു. ഒന്നും വകവയ്ക്കാതെ കണ്ട് ഹിന്ദു സംഘടനകളും അവിടുത്തെ മുന്നണിയും എല്ലാം കൂടെ ചേർന്ന് പ്രതിഷേധം 100 ഇരട്ടി കാർത്തിക വിളക്കുകളുടെ 100 ഇരട്ടി പ്രഭയിൽ അവിടെ ഈ പ്രതിഷേധത്തിൻ്റെ തീക്കുണ്ഠങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തമിഴ്നാട്. ഇനിയിപ്പോൾ എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഇനി വരുമ്പോൾ ഈ കാർത്തിക ദീപം എന്ന് പറയുന്നത് ഹിന്ദു ഫാഷിസ്റ്റ് തീവ്രവാദ പരിപാടിയാണിത്. അതുകൊണ്ട് ഇനി അടുത്ത വർഷം തൊട്ട് എൻ്റെ ദൈവമേ കാർത്തിക വിളക്കുകൾ ഇനി കേരളത്തിലും തെളിയിക്കേണ്ടെന്ന്. അപ്പോൾ എൻ്റെ അതെ, വലിയ തോതിൽ നടക്കുന്ന കേരളത്തിൽ ഏറ്റവും വലിയ ഒരു കാർത്തിക ഉത്സവമാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത്. ഏറ്റവും വലിയ കാർത്തിക ഉത്സവമാണ്. ആ കാർത്തിക മഹോത്സവമൊക്കെ ഇനി നിരോധിക്കുമോ എന്തോ. കാരണം ഇവിടെ ഒരു സ്റ്റാലിനുണ്ട്, അവിടെ ഒരു സ്റ്റാലിനുണ്ട്. വിളക്കിൻ്റെ ശത്രുക്കൾ, ഈ വിളക്കിൻ്റെ ഭക്തിയുടെ ഹിന്ദുത്വത്തിൻ്റെ ശത്രുക്കൾ എല്ലാം കൂടെ ഒന്നിച്ചിരുന്നുകൊണ്ട് പാവം സ്വാമിനാഥൻ എന്ന് പറയുന്ന ഭരണഘടന ഉയർത്തിപ്പിടിച്ച ആ ജഡ്ജിയെ ദൈവമേ ഇപ്പോൾ പറഞ്ഞ് ഇംപീച്ച് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ദിലീപിനെ ചെയ്ത പോലെ തൂക്കിലേറ്റണമെന്ന് പറയുമോ ആവോ? കോടതിയെയും ഇവർ നിരായുധമാക്കുകയാണ്, നിർവീര്യമാക്കുകയാണ്. സൂക്ഷിക്കണം, ജാഗ്രത.